ICSE ബോർഡ് എക്സാംസിൽ പൊതുവേ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരാറാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വർഷം ഒരു ബോർഡ് എക്സാം നടക്കുവാണെങ്കിൽ നമ്മൾ പാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക, അല്ലെങ്കിൽ സെയിം ഏരിയാസിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെ ആണ് നമ്മൾ പൊതുവേ ICSE ബോർഡ് എക്സാംസിൽ കാണാറുള്ളത്. സോ നമ്മളൊരു പാസ്റ്റ് ഒരു 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 75 to 80% ക്വസ്റ്റ്യൻസ് ഈസിലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കെമിക്കൽ ബോണ്ടിങ്ങും അതേ കണക്ക് തന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 2026 മാർച്ച് നടന്ന ബോർഡ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും സിലബസ് അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് പെയർസ് വിൽ ഫോം ആൻ അയണിക് ബോണ്ട്? ഇതിനകത്ത് 4 പെയർ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇവരിൽ ആരാണ് ഒരു അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ P എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2, Q എന്ന് പറയുമ്പം എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 14 and ഗ്രൂപ്പ് 16, R എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 and 17, S എന്ന് പറയുമ്പം എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 and 18. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു മെറ്റലിനും ഒരു നോൺ മെറ്റലിനും ഇടയിലായിരിക്കും എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നത്? അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ P നോക്കിക്കേ, P ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 എന്താണ്? മെറ്റാലിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. രണ്ടുപേരും മെറ്റൽസ് ആണ്. ഓക്കെ, സോ മെറ്റലിനും ഇടയിൽ ഫോം ചെയ്യില്ല, അയണിക് ബോണ്ട് ഫോം ചെയ്യില്ല. സോ Q നോക്കിക്കേ, എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 14 and 16. അതെന്താണ്? ഗ്രൂപ്പ് 14, 15, 16, 17 എന്നൊക്കെ പറയുന്നത് നോൺ മെറ്റാലിക് ഗ്രൂപ്പ്സ് ആണ് അല്ലേ. സോ അവർക്കിടയിലും എന്ത് ബോണ്ട് ഫോം ചെയ്യത്തില്ല? അയണിക് ബോണ്ട് ഫോം ചെയ്യത്തില്ല. നെക്സ്റ്റ് R നോക്കിക്കേ, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 17. അപ്പോൾ അവിടെ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് മെറ്റാലിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 17 എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് ആണ് ഗ്രൂപ്പിൽ വരുന്നത്. സോ അവർ തമ്മിൽ എന്ത് ബോണ്ട് ഫോം ചെയ്യും? അയണിക് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് R ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ C R ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എസിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് 15 and 18 ആണ് അല്ലേ. ഗ്രൂപ്പ് 15ഉം 18 എന്ന് പറയുമ്പോൾ നോൺ മെറ്റൽസ് ആണ്. അതേ കണക്ക് 18 എന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. അവർ ആരുമായിട്ട് എന്ത് ഫോം ചെയ്യത്തില്ല? കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഈസ് 2A2. The hydroxide of this element can produce dash hydroxyl ions per molecule. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട് 282 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വന്നിരിക്കുന്ന എലമെൻറ്റിൻ്റെ ഹൈഡ്രോക്സൈഡ് എത്ര ഹൈഡ്രോക്സിൽ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? OH- ആണ് ഹൈഡ്രോക്സിൽ അല്ലേ. അപ്പം ഈ നമ്മളുടെ പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ് നോക്കിക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2A2 ആണ്. മീൻസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിന് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം? ഇതിന് ഈ 2 ഇലക്ട്രോണിന് വിട്ടു കൊടുക്കുമായിരിക്കും വേണ്ടതല്ലേ. അപ്പം ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ എക്സിനെ നമ്മൾ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നുണ്ട്. അതിന് എന്ത് ചാർജ് കിട്ടും? 2+ ചാർജ് കിട്ടും അല്ലേ. ഈ എക്സ് 2+ ഹൈഡ്രോക്സിലുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന എന്താണ്? OH- അയോൺസ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ ഇവർ തമ്മിൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ക്രോസ് ചെയ്താൽ XOH ട്വൈസ്, അതായത് ഒരു എക്സിൻ്റെ കൂടെ 2 OH- കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഈ പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്. സോ ഈ എലമെൻറ്റിന് എത്ര ഹൈഡ്രോക്സിൽ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? 2 ഹൈഡ്രോക്സിൽ അയോൺസ്, 2 OH- അയോൺസിനെ ആയിരിക്കും ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B 2 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An atom of X forms an ion according to the equation X gives X2+. The atomic number of the atom X is. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് X2+ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. 2+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് കിട്ടുന്ന ഒരു ആറ്റത്തിന്? അത് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ. ഇവിടെ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തത് കൊണ്ടാണ് 2 പോസിറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ ഈ തന്നിരിക്കുന്നതിൽ 16 ആണോ, 10 ആണോ, 12 ആണോ, 14 ആണോ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ അല്ലെങ്കിൽ ലൂസ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിരിക്കുവാണ് എക്സ്. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടായിരിക്കും 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തത്. എങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്?
2 ഇലക്ട്രോൺസ് ആയിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ലൂസ് ചെയ്തിട്ട് സ്റ്റേബിൾ ആവാനായിട്ട് ശ്രമിക്കുന്നത്. സോ എക്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടായിരിക്കുന്നത് 2 ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, ഈ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ടാണ് എക്സ് എന്തായിട്ട് മാറിയത്, X2+ ആയിട്ട് മാറി അത് സ്റ്റേബിളായിട്ട് വന്നത്. സോ നമ്മൾക്ക് ഈ കൂട്ടത്തിൽ ഏതാണ് എക്സിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 16 എന്ന് പറയുമ്പോൾ 286 ആയിരിക്കും കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്, 6 ഇലക്ട്രോൺസ് ആണ്. സോ ഇതിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടായിരിക്കും സ്റ്റേബിൾ ആവുന്നത്. സോ X2- ആവുകയാണ് ഇതായിരുന്നെങ്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് 10 ആകുമ്പോൾ 28 ആയിരിക്കും കോൺഫിഗറേഷൻ, കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ്, ആറ്റം ഗെയിൻ ഓർ ലൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. 12 എന്ന് പറയുമ്പോൾ 282 ആയിരിക്കും കോൺഫിഗറേഷൻ. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ്, 2 ഇലക്ട്രോൺസ്. സോ ഇതെന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടായിരിക്കും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 12 ആയിരിക്കും. ഇനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്ത് നോക്കാം. 14 എന്ന് പറയുമ്പോൾ 284. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ്, 4 ഇലക്ട്രോൺസ് ആണ്. സോ അതും ആൻസറായിട്ട് വരത്തില്ല. സോ ഓപ്ഷൻ സി ആയിരിക്കും ഇത് എക്സിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the compound that has the highest melting point among the following is methane, sodium chloride, ammonia, ethanol. അപ്പം ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിൽ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അയോണിക് കോമ്പൗണ്ട്സിനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അയോണിക് കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് അയോണിക് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കും. അതേ കണക്ക് തന്നെ നമ്മളൊരു കോവാലൻ്റ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ, കോവാലൻ്റ് കോമ്പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ലോ ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന മീഥെയിൻ എന്ന് പറയുന്നത് ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. ഓക്കെ, അതേ കണക്ക് തന്നെ സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ടാണ്. അമോണിയ എന്ന് പറയുന്നത് ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. എത്തനോൾ എന്ന് പറയുന്നതും ഒരു കോവാലൻ്റ് കോമ്പൗണ്ടാണ്. സോ ഈ കൂട്ടത്തിൽ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. കാരണം സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ടാണ്. സോഡിയം ക്ലോറൈഡ് അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ ബോയിലിംഗ് പോയിൻറ്റ്സും ആണ് ഉള്ളത്. സോ സോഡിയം ക്ലോറൈഡിനാണ് ഈ കൂട്ടത്തിൽ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത്. ബാക്കിയുള്ളവരെല്ലാം കോവാലൻ്റ് കോമ്പൗണ്ട്സ് ആണ്. സോ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ലോ ആയിരിക്കും. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ടേംസ് ഓർ കോമ്പൗണ്ട്സ്. എ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം വിച്ച് ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ ആറ്റം ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. ഈ തന്നിരിക്കുന്നതിൻ്റെ ടേം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, എ പെയർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ആൻ ആറ്റം, ഒരു ആറ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ ആറ്റം ഡ്യൂറിങ് ബോണ്ട് ഫോർമേഷൻ. ബോണ്ട് ഫോർമേഷൻ്റെ ടൈമിൽ എന്താണ്, ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേറൊരു ആറ്റവുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കാതെ വരുന്ന ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ്, അതിനെ വിളിക്കുന്ന നെയിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനെ വിളിക്കുന്ന നെയിമാണ് എന്ത്, ലോൺ പെയർ എന്ന് വിളിക്കുന്നത്, അല്ലേ, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ അമോണിയയുടെ ഫോർമേഷൻ്റെ ടൈമിൽ പറഞ്ഞു നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അമോണിയ എന്താണ്, NH3. അതിനകത്ത് നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്, അറ്റോമിക് നമ്പർ 7 ആണ്, 2,5 ആണ് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്, അല്ലേ. അപ്പോൾ ഇത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണുമായിട്ട് വരും, അതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അതേ കണക്ക് തന്നെ നെക്സ്റ്റ് ഒരു ഹൈഡ്രജൻ വന്ന് ഈ ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും, ഇത് ഈ ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും, അല്ലേ. ഇങ്ങനെ 3 ഹൈഡ്രജൻസ് വന്ന് ഹൈഡ്രജൻ്റെ 3 ഇലക്ട്രോണുമായിട്ട് ഓരോ ഹൈഡ്രജനും അവരവരുടെ ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. പക്ഷേ ഈ നൈട്രജനുള്ള ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല, ഈ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ മാറി നിൽക്കുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് എന്ത് വിളിക്കുന്നത്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ബൈ ചൂസിങ് കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ഡാഷ് ഈസ് എ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്. ബ്രാക്കറ്റ്സിൽ HCl-ഉം CCl4ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഏതാണ് ഒരു പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം HCl ആണെങ്കിലും CCl4 ആണെങ്കിലും കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഇതിൽ പോളാർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് HCl ആണ്. പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് HCl ആണ്. അപ്പം പോളാർ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കോവാലന്റ് കോമ്പൗണ്ട്സിൽ 2 കമ്പൈനിങ് ആറ്റംസിനിടയിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് നിൽക്കുമായിരിക്കും. ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് അൺഈക്വൽ ആണ്. ഓക്കെ, അൺഈക്വലി ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ആറ്റംസിന് ഇടയിൽ ഇലക്ട്രോൺസ് അൺഈക്വലി ഷെയർഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി CCl4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
നോൺ പോളാർ കൊവാലൻറ്റ് കോമ്പൗണ്ടാണ് CCl4 എന്ന് പറയുന്നത്. മീൻസ് എന്താണ്, അതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ഈക്വലി ഷെയർഡ് ആയിരിക്കും. ഓക്കെ, ഇലക്ട്രോൺസ് ഈക്വലി ഷെയർഡ് ബിറ്റ്വീൻ കമ്പൈനിങ് ആറ്റംസ് ആയിരിക്കും. കമ്പൈനിങ് ആറ്റംസിനിടയിൽ ഇലക്ട്രോൺസ് ഈക്വൽ ആയിട്ടായിരിക്കും CCl4ൽ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ അതൊരു നോൺ പോളാർ കൊവാലൻറ്റ് കോമ്പൗണ്ടും. HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റംസിനിടയിൽ ഇലക്ട്രോൺസ് അൺഈക്വലി ഷെയർഡ് ആയിരിക്കും. അതൊരു പോളാർ കോവാലൻറ്റ് കോമ്പൗണ്ടുമാണ്. നെക്സ്റ്റ്, എലമെൻറ്റ് A ബിലോങ്സ് ടു ഗ്രൂപ്പ് 15 ആൻഡ് പീരീഡ് 2 ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് A. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 15ലാണ് വരുന്നത്. അതേ കണക്ക് തന്നെ അതിൻ്റെ പീരീഡ് തന്നിട്ടുണ്ട്, സെക്കൻഡ് പീരീഡിലാണ് അത് വരുന്നത്. അപ്പം ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് A എന്ന് പറയുന്ന എലമെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നു പീരീഡ് 2 എന്നല്ലേ. പീരീഡ് 2 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരാറ്റത്തിൻ്റെ നമ്പർ ഓഫ് ഷെൽസ്, ഒരാറ്റത്തിൽ ഉള്ള നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് അതിൻ്റെ പീരീഡ് നമ്പറിന് ഈക്വലാണ് അല്ലേ. സോ ഇവിടെ എത്ര ഷെൽസ് ഉണ്ടാവും, ഈ പറയുന്ന ആറ്റത്തിന് A എന്ന് പറയുന്ന എലമെൻറ്റിന് 2 ഷെൽസ് ആയിരിക്കും ഉള്ളത്. K എന്ന് പറയുന്ന ഷെല്ലും ഉണ്ടായിരിക്കും, L എന്ന് പറയുന്ന ഷെല്ലും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഈ ആറ്റം ബിലോങ് ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ 15ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ഗ്രൂപ്പ് നമ്പർ 13 to 18, 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്, ഓക്കെ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് പ്ലസ് 10 ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവരുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഗ്രൂപ്പ് നമ്പർ 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഗ്രൂപ്പിൽ പെടുന്ന എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 - 10 ആയിരിക്കും. സോ 5 ഇലക്ട്രോൺസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. സോ ഇതിൻ്റെ L ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 5 ഇലക്ട്രോൺസ് ആയിരിക്കും. K ഷെല്ലിൽ മാക്സിമം എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അല്ലേ. സോ 2, 5 ആയിരിക്കും ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഈ കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 + 5 = 7 ആയിരിക്കും ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അറ്റോമിക് നമ്പർ 7 ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ്, അറ്റോമിക് നമ്പർ 7 ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ. അപ്പം എലമെൻറ്റ് A എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ എലമെൻറ്റ് A കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ. ഈ A എന്ന് പറയുന്ന എലമെൻറ്റ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ആരെയാണ് ഫോം ചെയ്യുന്നത്, അമോണിയാണ് ഫോം ചെയ്യുന്നത്. അമോണിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ NH3 ആണ്. NH3 അമോണിയാണ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഡ്രോ ദ ഡോട്ട് ആൻഡ് ക്രോസ് സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇൻ ദ B എബവ്. അപ്പം ഇവിടെ ഫോം ചെയ്ത കോമ്പൗണ്ടിൻ്റെ ഡോട്ട് ക്രോസ് സ്ട്രക്ചർ, ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അമോണിയയുടെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നൈട്രജൻ വരയ്ക്കാം. നൈട്രജൻ എന്ന് പറയുമ്പം അറ്റോമിക് നമ്പർ 7 ആണ്, 2, 5 കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ്, 5 ഇലക്ട്രോൺസ്. അതിനെ നമുക്കിങ്ങനെ ഡോട്ട് വെച്ചിട്ട് കാണിക്കാം. ഓക്കെ, 5 ഡോട്ട്സ് നൈട്രജൻ വരച്ചിട്ട് അതിന് ചുറ്റും 5 ഡോട്ട്സ് വരയ്ക്കുക. ദെൻ ഹൈഡ്രജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ഹൈഡ്രജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ 3 ഹൈഡ്രജൻസ് അവരുടെ ഓരോ ഇലക്ട്രോൺസിനെ ഈ നൈട്രജനുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കും. ഈ സൈഡിൽ കൂടെ നെക്സ്റ്റ് ഒരു ഹൈഡ്രജൻ വന്ന് അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ഈ സൈഡിൽ കൂടെ നെക്സ്റ്റ് ഒരു ഹൈഡ്രജൻ വന്ന് അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് അമോണിയയുടെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗീവ് റീസൺസ് വൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അക്രോസ് എ പീരീഡ്. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി അക്രോസ് ഒരു പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കേസിൽ നമ്മളൊരു അക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് നമ്പർ ഓഫ് ഷെൽസ് എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് ഷെൽസ് ഓഫ് ദ ആറ്റം എങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് ഷെൽസ് റിമൈൻസ് ദ സെയിം ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് സെയിം ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എന്ത് ഇൻക്രീസ് ചെയ്യും, അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റംസ് ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അറ്റോമിക് നമ്പർ എന്ന്
പറയുന്നത് എന്തിന് ഈക്വലാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വലാണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇക്രോസ് ഒരു പീരീഡിൽ ഇൻക്രീസ് ചെയ്യും. പ്രോട്ടോൺസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ന്യൂക്ലിയസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് അല്ലേ. സോ എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയസിന് എന്ത് ടെൻഡൻസി ഉണ്ടാവും? ന്യൂക്ലിയസിന് ഇലക്ട്രോൺസിന് അതിൻ്റെ അടുത്തോട്ട് കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ് സെൽഫ് ഇൻ എ കൊവാലൻ്റ് ബോണ്ട്. ഒരു കൊവാലൻ്റ് ബോണ്ടിലായിരിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോൺസിന്, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന് അതിനടുത്തോട്ട് പുൾ ചെയ്ത് നിർത്താനുള്ള ആറ്റത്തിൻ്റെ ടെൻഡൻസിയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന് എന്താ പറ്റുക? ഇലക്ട്രോൺസിന് അതിനടുത്തോട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസി ആറ്റത്തിന് കൂടും. ഓക്കെ, അതുകൊണ്ടാണ് എക്രോസ് ഒരു പീരീഡിൽ എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ across a period the number of shells of the atoms remains the same but the nuclear charge increases. Okay, as the nuclear charge increases the tendency of the nucleus to attract the shared pair of electrons towards itself increases. That's why electronegativity increases across a period എന്നാണ് ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പം എല്ലാ ബോർഡ് എക്സാംസിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എല്ലാ ബോർഡ് എക്സാംസിനും സ്ഥിരമായിട്ടുണ്ടാകും. ഒന്നുകിൽ ഇപ്പോൾ ഡെഫിനിഷൻസ് തന്നിട്ട് അതിൻ്റെ 1 ടേം എഴുതാനായിട്ട് ഉള്ള രീതിയിൽ ചോദിക്കും, അല്ലെന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പം ഒരു പീരീഡിലോ ഗ്രൂപ്പിലോ വരുന്നുള്ള ആറ്റംസ് തന്നിട്ട് അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതാനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഈ ട്രെൻഡിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാ എക്സാമിലും ചോദിക്കാറുള്ളതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, elements P, Q and R are in the same period of the modern periodic table. P readily loses its one valence electron to form a stable ion. Q shares its electrons in the bonding but does not form ions easily. R has high electronegativity. അപ്പം ഒരേ പീരീഡിൽ പെടുന്ന 3 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, പി, ക്യു ആൻഡ് ആർ. ഇപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ എബോവ് ഇൻഫർമേഷൻ. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് എലമെൻറ്റ് വുഡ് ബി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഇലക്ട്രോൺ എമംഗ് പി, ക്യു ആൻഡ് ആർ? പി, ക്യു ആൻഡ് ആറിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏതിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിയുടെ കാര്യം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺസിനെ ഈസിലി ലൂസ് ചെയ്യും. അപ്പോൾ ക്യൂ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോൺസ് ഈസിലി ഫോം ചെയ്യത്തില്ലെന്നല്ല. ഈസിലി അയോൺസ് ഫോം ചെയ്യത്തില്ല മീൻസ് ഈസിലി ഇലക്ട്രോണിനെ ഗെയിൻ ഓർ ലൂസ് ചെയ്യില്ല. ആർ എന്താണ്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവാണ്. ഓക്കെ, അപ്പം എന്താണ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്തോട്ട് ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് പുള്ള് ചെയ്ത് നിർത്തിക്കുന്ന ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും. ഇലക്ട്രോൺസിനെ ഒരിക്കലും വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. സോ ഏറ്റവും ഡിഫിക്കൽട്ട് ആറിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിരിക്കും? ആറിനകത്തുനിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഉള്ളത്. ഓക്കെ, which element is expected to have the സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയസ് എമംഗ് പി, ക്യു ആൻഡ് ആർ? പിയും ക്യൂവും ആറും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് അറ്റോമിക് റേഡിയസ് ഉള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പിയും ക്യൂവും ആറും ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഒരേ പീരീഡിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. സോ പി എന്ന് പറയുമ്പം ഈസിലി ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലേ. ഈസിലി ഇലക്ട്രോണെ ലൂസ് ചെയ്യാൻ മീൻസ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂക്ലിയസിനോട് അത്ര ക്ലോസ് ആയിരിക്കത്തില്ല, ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസിലോട്ടായിരിക്കും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് നിൽക്കുന്നത്. കുറച്ച് ബിഗ് സൈസുള്ള ആറ്റം ആയിരിക്കും പി എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യൂ എന്ന് പറയുമ്പോൾ പറഞ്ഞു മെറ്റൽസ് അല്ല നോൺ മെറ്റൽസ് അല്ല, ഈസിലി ഇലക്ട്രോൺസിനെ ഗെയിനും ചെയ്യുന്നില്ല ലൂസും ചെയ്യുന്നില്ല, മീൻസ് ഈസിലി അയോൺസ് ഫോം ചെയ്യുന്ന ടൈപ്പ് അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഒരു ആറ്റം ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. ആറ് ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് മീൻസ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിനായാലും ഇലക്ട്രോൺസിനായാലും അതിൻ്റെ അടുത്തോട്ട് പുള്ളി ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർ. അപ്പോൾ ന്യൂക്ലിയസിന് അടുത്തോട്ട് ഇലക്ട്രോൺസിനെ ക്ലോസ് ആയിട്ട് നിർത്തിയിരിക്കുന്നവരായിരിക്കും. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? ന്യൂക്ലിയസിന് വളരെ ക്ലോസ് ആയിരിക്കും. ഏറ്റവും സ്മോൾ സൈസ് ആർക്കായിരിക്കും? ആറിനായിരിക്കും ഏറ്റവും
സൈസും കുറവെന്ന് പറയുന്നത്. ഈ അറേഞ്ച് പി ക്യു ആൻഡ് ആറിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ പി ക്യു ആറിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അയണൈസേഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ നിന്ന് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റിലത്തെ പിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പി എന്താണ്? ഈസിലി ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നവരാണ്. സോ അവർക്കിടെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലേ. ക്യൂവിൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഈസിലി അയോൺസിനെ ഫോം ചെയ്യുന്ന ടൈപ്പ് ഒരു ആറ്റമല്ല. അതായത് ഈസിലി ഇലക്ട്രോണെ ലൂസും ചെയ്യില്ല, ഈസിലി ഇലക്ട്രോണെ ഗെയിൻ ചെയ്യില്ല. ഒരു ഇൻ്റർമീഡിയറ്റിൽ വരുന്ന ഒരു ആറ്റമാണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി ആറെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് മീൻസ് ഇലക്ട്രോൺസിനെ എല്ലാം അതിൻ്റെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് പുള്ള് ചെയ്ത് നിർത്തുന്നതായിരിക്കും ആറിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. അടുത്തോട്ട് ക്ലോസ് ആയിട്ടായിരിക്കും ന്യൂക്ലിയസ് വെച്ചിരിക്കുന്ന ഇലക്ട്രോൺസിന് ഇട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. സോ നമ്മൾ ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിൽ നിന്ന് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അയണൈസേഷൻ എനർജി കൂടുതൽ ആറിനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, പി ഈസിലി റിമൂവബിൾ ആണ്. സോ വളരെ കുറച്ച് എനർജി മാത്രം കൊടുത്താൽ മതിയായിരിക്കും. എന്നിടയിലാണ് ക്യൂ വരുന്നത്. അപ്പോൾ ഏറ്റവും അയണൈസേഷൻ എനർജി കൂടുതലെന്ന് പറയുന്നത് ആറിനായിരിക്കും. ഓക്കെ, ആർ ഗ്രേറ്റർ ദാൻ, ആറ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടത് ക്യൂവിനായിരിക്കും പിന്നെ കൂടുതൽ എമൗണ്ട് ഓഫ് അയണൈസേഷൻ എനർജി വരേണ്ടത്. പീക്കയുടെ കേസിൽ പിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഈസിലി റിമൂവബിൾ ആണ്. സോ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രം മതി. അപ്പം ഏറ്റവും കുറവ് പിക്കായിരിക്കും. ആർ ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ പി, ഇതായിരിക്കും ഡിക്രീസിങ് ഓർഡർ ഓഫ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ ഫ്യൂ എലമെൻറ്റ്സ് ലിഥിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫ്ലൂറിൻ. 4 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഹാസ് ദ ലീസ്റ്റ് അറ്റോമിക് റേഡിയസ്. ഫസ്റ്റ് ലീസ്റ്റ് അറ്റോമിക് റേഡിയസ് ഉള്ള എലമെൻറ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഹാസ് 2 വാലൻസ് ഇലക്ട്രോൺ, 2 വാലൻസ് ഇലക്ട്രോൺ ഉള്ള എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. മൂന്നാമത് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്, ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് ഈ 4 എലമെൻറ്റ്സിന് പീരിയോഡിക് ടേബിളിലുള്ള ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ലിഥിയം, പൊട്ടാസ്യം എടുക്കാം അല്ലേ. ലിഥിയം, പൊട്ടാസ്യം നമുക്ക് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം ഗ്രൂപ്പിലാണ് ലിഥിയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ലിഥിയവും പൊട്ടാസ്യവും വരുന്നത്. ഇനി കാൽഷ്യം എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? കാൽഷ്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻ്റ് ആണ്. ഓക്കെ, കാൽഷ്യം വരുന്നത് അറ്റോമിക് നമ്പർ 20 ആണ് കാൽഷ്യം, 19 ആണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ. സോ പൊട്ടാസ്യം കഴിഞ്ഞിട്ടാണ് കാൽഷ്യം വരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഗ്രൂപ്പിലാണ് കാൽഷ്യം വരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂറിൻ. ഫ്ലൂറിൻ എന്ന് പറയുമ്പം 17th ഗ്രൂപ്പിലാണ് വരുന്നത് അല്ലേ. 17th ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ വരുന്നത്. അപ്പം ഈ ലിഥിയവും ഫ്ലൂറിനും ഒരേ പീരീഡിൽ വരുന്നവരാണ്. സെക്കൻഡ് പീരീഡിലാണ് ലിഥിയവും ഫ്ലൂറിനും വരുന്നത്. പൊട്ടാസ്യവും കാൽഷ്യവും എന്ന് പറയുന്നത് അവർ സെയിം പീരീഡിൽ വരുന്നവരാണ്. 4th പീരീഡിലാണ് അവർ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇവരുടെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാസ് ദ ലീസ്റ്റ് അറ്റോമിക് സൈസ്. ഏറ്റവും അറ്റോമിക് സൈസ് കുറവ് ആർക്കായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് സൈസിൻ്റെ ട്രെൻഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്രോസ് ഒരു പീരീഡ് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? പീരീഡ് പോകുന്ന സമയത്ത് അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, എക്രോസ് എ പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുമായിരിക്കും. ഇനി ഒരു ഗ്രൂപ്പിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഡൗൺ എ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ ലിഥിയത്തിൽ നിന്ന് പൊട്ടാസ്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലിഥിയത്തിൽ നിന്ന് പൊട്ടാസ്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസ് ചെയ്യുമായിരിക്കും. ഇവിടെ കാൽഷ്യത്തിൻ്റെ ആണെങ്കിലും ഗ്രൂപ്പ് താഴോട്ടുള്ള ഒരു എലമെൻ്റ് ആണല്ലേ, സെക്കൻഡ് ഗ്രൂപ്പിൽ താഴോട്ടുള്ള എലമെൻ്റ് ആണ്. സോ ഡൗൺ ഒരു ഗ്രൂപ്പിൽ സൈസ് ഇൻക്രീസ് ആണ്, കാൽഷ്യത്തിൻ്റെ സൈസും എന്തായിരിക്കും? വലുതായിരിക്കും. ഈ കമ്പയർഡ് ടു പൊട്ടാസ്യം ലിഥിയത്തിൻ്റെ സൈസ് കുറവായിരിക്കും. ബട്ട് ക്രോസ് ഒരു പീരീഡ് എടുത്താൽ എങ്ങനെയായിരിക്കും? ക്രോസ് ഒരു പീരീഡിൽ സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുമായിരിക്കും. സോ ഫ്രം ലിഥിയം ടു ഫ്ലൂറിൻ എന്തായിരിക്കും? സൈസ് ഓഫ് ദ ആറ്റം ഡിക്രീസ് ചെയ്യുമായിരിക്കും. സോ ഈ കൂട്ടത്തിൽ ഏറ്റവും സൈസ് കുറവായിട്ടുള്ളത് ഫ്ലൂറിൻ ആയിരിക്കും. ഓക്കെ, അറ്റോമിക് റേഡിയസ് ഏറ്റവും കുറവായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഹാസ് 2 വാലൻസ് ഇലക്ട്രോൺസ്. 2 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിഥിയം ആൻഡ് പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ആണല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സിന് എത്ര നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സിന് 1 വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും അതിനുണ്ടായിരിക്കുന്നത്.
ഇനി നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 2 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉള്ളത്. ഈ 17th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 7 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലേ? ഫ്ലൂറിൻ എന്ന് പറയുന്നത് 17th ഗ്രൂപ്പിൽ വരുന്നതാണ്. സോ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത് ആരാണ്? കാൽഷ്യമാണ്. സോ 2 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കായിരിക്കും? കാൽഷ്യത്തിനായിരിക്കും 2 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്. അടുത്തത് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ്. ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഈസിലി ഇലക്ട്രോണെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി, അതിനാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? എക്രോസ് ഒരു പീരീഡ് പോകുന്ന സമയത്ത് ആറ്റത്തിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും? എക്രോസ് ഒരു പീരീഡിൽ ഡിക്രീസ് ചെയ്യും. ഇനി ഡൗൺ ഒരു ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഡൗൺ ഒരു ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെ സൈസ്, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റത്തിന് എന്താണ്? ഇലക്ട്രോണെ ഈസിലി ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ത് ചെയ്യും? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും ഡൗൺ ഒരു ഗ്രൂപ്പിലെന്ന് പറയുന്നത്. സോ ലിഥിയം ടു ഫ്ലൂറിൻ പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അല്ലേ? ബിക്കോസ് ഒരു പീരീഡിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുമായിരിക്കും. ഇനി ഡൗൺ ഒരു ഗ്രൂപ്പ് നോക്കിക്കുക, ലിഥിയം ടു പൊട്ടാസ്യം പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമായിരിക്കും. സോ ലിഥിയത്തെക്കാട്ടിലും ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഇനി ഫ്രം പൊട്ടാസ്യം ടു കാൽഷ്യം പോയി കഴിഞ്ഞാൽ എങ്ങനെ? അക്രോസ് ഒരു പീരീഡ് ആകുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഡിക്രീസ് ആയിരിക്കും. സോ കാൽഷ്യത്തെക്കാട്ടിലും ഇലക്ട്രോ പോസിറ്റീവ് ആരായിരിക്കും? പൊട്ടാസ്യം ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളത് പൊട്ടാസ്യം ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2026 മാർച്ചിലെ ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള, അതായത് പീരിയോഡിക് പ്രോപ്പർട്ടീസും കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് 25ലും 24ലും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേ കണക്ക് തന്നെ കൂടുതൽ ICC റിലേറ്റഡ് ചാപ്റ്റർ വൈസ് വീഡിയോസും അതേ കണക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ വീഡിയോസും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.